ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആയിട്ടുള്ള നമ്മുടെ വി ബി ടി തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, സി എഫ് ടി, എം ഒ തിയറിയാണ്. അതിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ തിയറി ജസ്റ്റ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ജസ്റ്റ് അതൊന്ന് ടോപ്പിക്ക് കവർ ചെയ്ത് പോയതേ ഉള്ളൂ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ 3 തിയറീസും പഠിച്ചതിന് ശേഷം കുറച്ച് പ്രോബ്ലംസ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു രീതിയിൽ നമുക്ക് ഈ 3 തിയറീസ് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം കോർഡിനേഷൻ കെമിസ്ട്രിയിൽ. ഇത് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കേട്ടോ. നമ്മളാദ്യം വി ബി ടി വാലൻസ് ബോണ്ട് തിയറിയുടെ കുറച്ച് എക്സ്പ്ലനേഷൻ നോക്കുകയാണ്. വാലൻസ് ബോണ്ട് തിയറി മെയിനായിട്ടും ഹൈബ്രിഡൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തതാണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓവർലാപ്പിംഗ്, കമ്പാരബിൾ എനർജി ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള മിക്സിങ്ങിൽ ഫോം ചെയ്യുന്ന ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. അതിനെ ബേസ് ചെയ്താണ് വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാലൻസ് ബോണ്ട് തിയറിയുടെ ഫോർമേഷൻ ഓഫ് ബോൺസ് എന്ന് വെച്ചെങ്കിൽ കമ്പാരബിൾ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർസ് ഓപ്പോസിറ്റ് സ്പിന്നിൽ, പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് സ്പിന്നിലായിട്ടുള്ള കമ്പാരബിൾ ആയിട്ടുള്ള എനർജിയുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഇന്റർമിക്സിംഗ് നടന്ന് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. അതായത് എ കെമിക്കൽ ബോണ്ട് ഈസ് ഫോംഡ് വെൻ അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് 2 atoms overlap resulting in the pair of electrons with the opposite spin. The strength of the bond depends on the extent of overlap. If greater the overlap, results in stronger bond. Next point, നമ്മൾ hybridization പറ്റിയാണ് പറയുന്നത്. To explain molecular geometries, the atomic orbitals of the central atom mix to form equivalent hybrid orbitals. Comparable energy geometries ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഇന്റർമിക്സ് ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. മെയിനായിട്ട് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ SP, SP2, SP3, DSP2, DSP3 which will be determine the geometry of the molecule. നമുക്ക് വി ബി ടി തിയറി വെച്ച് ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ മാക്സിമം ഈ ഇലക്ട്രോൺസിൻ്റെ റിപ്പൽഷൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി, അതായത് ഇലക്ട്രോൺ റിപ്പൽഷൻ ഏറ്റവും നന്നായിട്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രോണിൻ്റെ റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ വേണ്ടി ഉള്ള പൊസിഷനിലാണ് നമ്മൾ എപ്പോഴും ഓർബിറ്റൽസ് അറേഞ്ച് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ആ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ് മോളിക്കുലർ ഷേപ്സ് കിട്ടുന്നത്. The hybrid orbitals are oriented in specific directions to minimize electron repulsion, resulting in characteristic molecular shape. For example, sp3 hybridization leads to a tetrahedral shape, while sp2 hybridization gives a planar diagonal shape. ഇനി സിഗ്മ ആൻഡ് പൈ ബോൺസ് ഫോം ചെയ്യുന്ന വെച്ചാൽ ഹെഡ് ഓൺ ഓവർലാപ്പ് ആണെങ്കിൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്, സിഗ്മ കൂടുതൽ സ്ട്രോങ് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ട് ആയിരിക്കും പൈ ബോണ്ടിനേക്കാളും, കാരണം ഹെഡ് ഓൺ ഹെഡ് ഓവർലാപ്പിംഗ് ആണ് വരുന്നത്. അതേസമയം സൈഡ് വൈസ് ഓവർലാപ്പ് ആണ് വരുന്നതെങ്കിൽ അവിടെ പൈ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. എപ്പോഴും സിംഗിൾ ബോണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് സിഗ്മ ബോണ്ടായിരിക്കും. അതേസമയം ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും ബാക്കി ഉള്ളത് പൈ ബോണ്ടും ആയിരിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാവും ഈ സിഗ്മ ബോണ്ടും ഈ പി ഓർബിറ്റലും കൂടി ഒരു ഓവർലാപ്പിംഗ്, ഹെഡ് ഓൺ ഹെഡ് ഓവർലാപ്പിംഗ് നടത്തി സിഗ്മ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് കാണാം. ഈ ഓർബിറ്റിലൂടെ ചേർന്ന് സൈഡ് വൈസ് ആയിട്ടുള്ള ഓവർലാപ്പിംഗ് കാണാം. പൈ ഓർബിറ്റലിൻ്റെ ഫോർമേഷനാണ് ഇവിടെ. ഈ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് അത്ര സ്ട്രോങ് അല്ല. സിഗ്മ ആണ് എപ്പോഴും മോർ സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ജോമെട്രി മെയിനായിട്ടും മെറ്റൽ അയോൺസിൻ്റെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഹൈബ്രിഡൈസേഷൻ വഴിയാണ് നമുക്ക് ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സ്പിൻ പെയറിംഗ് നമുക്കറിയാലോ, ഒരു ഓർബിറ്റൽ എപ്പോഴും ഓപ്പോസിറ്റ് സ്പിൻ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും കാണുന്നത്. ഇലക്ട്രോൺസ് ഇൻ ദ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ്, അതായത് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ ടു ഫോം ദ സ്റ്റേബിൾ ബോണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഡയമാഗ്നറ്റിക് ആണോ പാരമാഗ്നറ്റിക് ആണോ എന്ന് അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസിൽ പറയാൻ പറ്റും. പക്ഷേ സ്പെക്ട്രൽ ലൈൻസ് കളേർഡ് കോംപ്ലക്സ് ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഏത് കളറാണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല വി ബി ടി തിയറി വെച്ച്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ മെയിനായിട്ട് വി ബി ടി തിയറിയുടെ ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിങ്ങിനെ പറ്റി ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല, പിന്നെ കളർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്, പിന്നെ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ ബെൻസീൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇതാണ് മെയിനായിട്ട് വി ബി ടി തിയറിയുടെ ലിമിറ്റേഷൻസ്. While VBT successfully explains bonding and shape of simple molecules,
It does not account for the energy of splitting of d orbitals in complexes. It fails to explain the color and spectra of transition metal complexes. It does not consider the delocalization of electrons in molecules like benzene. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഷേപ്സ് മെയിനായിട്ട് വി ബി ടി തിയറി വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി ബേസ് ചെയ്ത് മാത്രം നമ്മൾ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടും വരുന്ന ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വി ബി ടി തിയറി വെച്ചെന്ന് പറയുമ്പം SP3 വരും, ടെട്രാഹെഡ്രൽ ഷേപ്പ് വരുമ്പം അതുപോലെ തന്നെ സ്ക്വയർ പ്ലാനർ D2sp2 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 സ്ക്വയർ പ്ലാനർ ഷേപ്പ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ 6 വരുന്ന ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിന് അത് മെയിനായിട്ടും ഒന്നല്ല D2sp3 അല്ലെങ്കിൽ sp3d2 ഈ ഫോമിലായിരിക്കും. ഈ 4 ഹൈബ്രിഡൈസേഷനാണ് മെയിനായിട്ട് വി ബി ടി തിയറി കോർഡിനേഷൻ കെമിസ്ട്രി ആപ്ലിക്കബിൾ ആണ്. അതായത് കോർഡിനേഷൻ നമ്പർ 4ഉം കോർഡിനേഷൻ നമ്പർ 6ഉം ഉള്ള കോംപ്ലക്സസ്. ഇവിടെ കോർഡിനേഷൻ നമ്പർ 4 വന്ന SP3 വരുവാണെങ്കിൽ ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കാര്യം മാത്രം നോക്കുവാണ് വി ബി ടി തിയറി അനുസരിച്ച്. പിന്നെ DsP2 ആണ് ഹൈബ്രിഡൈസേഷൻ എങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 ആണ് വരുന്നത്. അവിടെ സ്ക്വയർ പ്ലാനർ ജോമെട്രിയാണ്. D2sp3 അല്ലെങ്കിൽ sp3d2 വരുവാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ് വരുന്നത്. ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ് അവിടെ വരുന്നത്. നമുക്കിവിടെ NaCl4 വി ബി ടി തിയറി വെച്ച് എങ്ങനെയാണ് മാഗ്നറ്റിസം, എങ്ങനെയാണ് കളർ എന്നൊക്കെ ഈ കോർഡിനേഷൻ എങ്ങനെയാണ് വരുന്നത്, ഇവിടെ പെയറിങ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ NaCl4 Na വരുന്നത് Na2+ ആണ്. Na2+ എന്ന് പറയുമ്പം 3D8 സിസ്റ്റമാണ്. അപ്പോൾ Na2+ 3D8 സിസ്റ്റം, അതായത് ഹൈബ്രിഡൈസേഷൻ വരുമ്പം 3D ഡിക്ക് 5 ഓർബിറ്റൽസ്, പിന്നെ ഇത് 4s, P, ഇത് 4D. നമ്മൾ ഇലക്ട്രോൺസ് 3D8 ആകുമ്പം 1 2 3 4 5 6 7 8 അങ്ങനെ 8 ഇലക്ട്രോൺസ് ഫിൽ ചെയ്തു. ഇവിടെ Cl- ആണ് നമ്മുടെ ലിഗാൻഡ്. Cl- എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ലിഗാൻഡാണ്. സോ ഇവിടെ പെയറിങ് നടക്കത്തില്ല. അതുകൊണ്ട് Cl4 എന്ന് പറയുമ്പം ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലൂടെ കമ്പൈൻ ചെയ്ത് sp3 ഹൈബ്രിഡൈസേഷൻ അവിടെ ഫോം ചെയ്യുന്നു. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പം ടെട്രാഹെഡ്രൽ ഷേപ്പ്. അതുപോലെ തന്നെ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്, അപ്പം പാരാമാഗ്നറ്റിക്. അപ്പോൾ NaCl4 നമ്മുടെ D8 സിസ്റ്റം, അതിൽ 4s 4pയുടെ 4 ഓർബിറ്റൽസ് കൂടി നമുക്ക് sp3 ഹൈബ്രിഡൈസേഷൻ ഇവിടെ കിട്ടി. ഈ ഹൈബ്രിഡൈസേഷൻ അനുസരിച്ച് നമുക്ക് ക്ലോറിൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ sp3യിൽ വന്ന് ഫില്ല് ചെയ്യും. ക്ലോറിൻ ഒരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ടാണ് നമ്മുടെ ഈ D8 സിസ്റ്റത്തിൽ ഈ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ പെയറിങ് നടക്കാഞ്ഞത് ക്ലോറിനൊരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ടാണ്. ഇവിടെ പെയറിങ് നടന്നില്ല, അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പാരാമാഗ്നറ്റിക് ആണ് ഈ കോമ്പൗണ്ട്. ഒരു എക്സാമ്പിളൂടെ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് NaCN4 ഒന്ന് ഡീൽ ചെയ്ത് നോക്കാം. ഇവിടെയും Na2+ വരും. Na2+ വരും, 3D8, Fours, 4p, 4d. ഇവിടെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. D8.
ഇവിടെ പക്ഷേ നേരത്തേതുപോലല്ല, ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ള എന്നാന്ന് വെച്ചാൽ CN മൈനസ് ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. സോ ഈ 2 ഇലക്ട്രോൺസ് പെയർ ചെയ്ത് ഇവിടുന്ന് ഒരു ഓർബിറ്റലും കൂടെ ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്യും. അതായത് നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിളൂടെ കൺസിഡർ ചെയ്യാം. COF6 3 COF6 3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് CO കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആയി കിട്ടുന്നത്. അപ്പോൾ CO 3+ എന്ന് പറയുമ്പോൾ 3D6 ഇനി 3D6 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ F6 അല്ലെങ്കിൽ F- ആണ് നമ്മുടെ ലിഗാൻഡ്. F- ഒരു വീക്ക് ലിഗാൻഡ് ആണ്. ഓക്കെ, F- ഒരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പെയറിങ് നടന്ന ഡി ഓർബിറ്റൽസിൽ വേക്കൻസി വരത്തില്ല. ഓക്കെ, ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇനി നമ്മൾ പെയറിങ് നടക്കാത്തതുകൊണ്ട് തന്നെ F6 വരുമ്പോഴത്തേക്കിനും ഏതൊക്കെ ഓർബിറ്റൽസ് ആയിരിക്കും അവിടെ വരുന്നത്? ഒരു S, 3 P, 2 D, അങ്ങനെ മൊത്തം sp3d2 ഹൈബ്രിഡൈസേഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ പെയറിങ് സംഭവിക്കാഞ്ഞുകൊണ്ട് തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ പാരാമാഗ്നറ്റിക് ആണ് ഇവിടുത്തെ നേച്ചർ. sp3d2 ആണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. അതായത് ഇവിടെ F- വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിങ് നടന്നില്ല. അങ്ങനെ ഒരു എസും 3 പിയും 2 ഡി ഓർബിറ്റലും ചേർന്ന് sp3d2 വന്നു. അതിൽ F- ലിഗാൻസ് പോവാണ്. ആക്ച്വലി സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എനിക്കൊരു കുഞ്ഞു കുട്ടിയാണ് ഉള്ളത്. എനിക്ക് 2 കുഞ്ഞു കുട്ടികളാണുള്ളത്. അപ്പോൾ അവരുടെ ചില ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് വരുന്നുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടൊരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആവുന്ന കാര്യമല്ല എനിക്ക്. സോ ഡിസ്റ്റർബൻസ് വരുമ്പോഴത്തേക്കും പ്ലീസ് ക്ഷമിക്കുക, സോറി. ഇവിടെ നമുക്കറിയാം നമ്മുടെ F- എന്ന് പറഞ്ഞൊരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് ഒരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പെയറിങ് സംഭവിച്ചില്ല. സോ പാരാമാഗ്നറ്റിക് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ പാരാമാഗ്നറ്റിക് ആണ്. ഈ F- ഇലക്ട്രോൺസ് ഈ പുതിയ നമ്മുടെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടല്ലോ, ഇത് sp3d2 ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടല്ലോ, അവിടെ F- ഇലക്ട്രോൺസ് വന്ന് അക്കോമഡേറ്റ് ചെയ്യും. അതായത് F- ആണല്ലോ നമ്മുടെ ലിഗാൻഡിൻ്റെ ഓർബിറ്റൽ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിലേക്ക് വന്ന് ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺസ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിലേക്ക് വന്ന് അക്കോമഡേറ്റ് ചെയ്യും. ഇങ്ങനെ sp3d2 എന്ന് പറയുമ്പോൾ ഷേപ്പ് വരുന്നത് എന്താ? ഒക്ടാഹെഡ്രലാണ് ഷേപ്പ്. അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക് ആണ് ബിഹേവിയർ. ഇനി നമുക്ക് CFT ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് നോക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി മെയിനായിട്ടും explains the behavior of metal ions in coordination compounds by considering interaction between the metal ion and the surrounding ligands, which is purely electrostatic. Ligands are considered as point charges, അതായത് അയോണിക് ലിഗാൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ക്രിയേറ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ദ സെൻട്രൽ മെറ്റൽ അയൺ. ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലിഗാൻസ് ആൻഡ് ദ മെറ്റൽ അയൺ എഫക്ട്സ് ദ എനർജീസ് ഓഫ് ദ ഡി ഓർബിറ്റൽസ്. ലിഗാൻസ് വരുമ്പോഴത്തേക്കിനും മെറ്റലിലെ ഡി ഓർബിറ്റൽസിൻ്റെ എനർജി സ്റ്റേറ്റിന് ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് സ്പ്ലിറ്റിങ് നടക്കുന്നത്. Degeneracy of d orbital. In a free metal ion, all 5 d orbitals have the same energy. When ligands approaches the metal ion, the degeneracy is lifted. The d orbital splits into different groups, different energies. അതായത് നമുക്കറിയാം ഡി ഓർബിറ്റൽസിന് DX, DY, DZ, DX² -Y², DZ², അങ്ങനെ 5 ഓർബിറ്റൽസ് ആണ് നമ്മുടെ മെറ്റൽ അയണിനുള്ളത്. പക്ഷേ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പം ഈ ഡി ഓർബിറ്റൽസ് 5നും ഒരേ എനർജി ലെവലാണ്. പക്ഷേ ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ഡി ഓർബിറ്റൽസിന് ഒരു സ്പ്ലിറ്റിങ് സംഭവിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് എനർജി ലെവൽസിലുള്ള ഒരു സ്പ്ലിറ്റിങ് സംഭവിക്കുന്നുണ്ട്.
സ്പ്ലിറ്റിങ് മെയിനായിട്ട് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിങ്ങിൻ്റെ വരുന്ന ജോമെട്രി ബേസിസിലാണ്. ഇപ്പോൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണെങ്കിൽ T2G ലോവർ ലെവൽ, അതായത് T2G വരുമ്പോൾ 3 ഓർബിറ്റൽസ് DXY, DXZ, DYZ, ആ 3 ഓർബിറ്റൽസ് ആണ് T2Gയിൽ വരുന്നത്. അത് ലോവർ എനർജി ലെവലാണ്. അതേസമയം EGയിൽ വരുന്നത് ഹയർ എനർജി ലെവലിൽ 2 ഓർബിറ്റൽസ് ആണ്, DZ² DX² -Y². ബട്ട് ഓൺ ടെട്രാഹെഡ്രൽ ജോമെട്രി നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഈ ആണ് ലോവർ ലെവൽ. ഈ എന്ന് പറയുമ്പോൾ 2 ഓർബിറ്റൽസ് വരുന്നത് DZ² DX² -Y². T2 ആണ് ഹയർ ലെവൽ, DXY DXZ DYZ. ഇനി ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ CFSE എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്യണം, എത്ര എനർജി ലെവലിൽ ഡിഫറൻസ് വരണം എന്നുള്ളത് എക്സ്റ്റെൻറ്റ് ഓഫ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിങ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ലിഗാൻഡാണ്, നേച്ചർ ഓഫ് ദ ലിഗാൻഡ്. ഓക്കെ, സ്പെക്ട്രോകെമിക്കൽ സീരീസ് വെച്ച് നമ്മളൊരു ഇത് പറഞ്ഞിരുന്നു. അതനുസരിച്ച് വീക്ക് ലിഗാൻഡാണോ സ്ട്രോങ് ലിഗാൻഡാണോ വരുന്ന അനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ചെയ്യും. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റും സൈസ് ഓഫ് ദ മെറ്റൽ അയോൺ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ചാർജ്. പിന്നെ ഏത് ജോമെട്രിയാണ്, ടെട്രാഹെഡ്രലാണോ ഒക്ടാഹെഡ്രലാണോ എന്നെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ CFSEയുടെ റേഞ്ച്. ഇനി എങ്ങനെയായിരിക്കും ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഈ സ്പ്ലിറ്റ് ചെയ്ത ഓർബിറ്റൽസിൽ നടക്കുക? ഡെഫിനറ്റ് ആയിട്ടും ഓഫ് ബർഗ് പ്രിൻസിപ്പിളും പൗളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളും എല്ലാം ഒബേ ചെയ്ത് മാത്രമേ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയുള്ളൂ. ദ പ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സ്പ്ലിറ്റ് ഡി ഓർബിറ്റൽസ് ഫോളോസ് ദ ഓഫ് ബർഗ് പ്രിൻസിപ്പിൾ, പൗളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ. The distribution of electrons determines the magnetic properties and color of the complex. Okay, magnetic properties എന്ന് പറയുമ്പോൾ പാരാമാഗ്നറ്റിക് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക്കും, പെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ ഒരു ഓർബിറ്റലിൽ പെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചറും ആയിരിക്കും. കളറാണെങ്കിലും ട്രാൻസിഷൻ സ്റ്റേറ്റ് അനുസരിച്ച് കളറാണെങ്കിലും ഇലക്ട്രോൺസിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് കളർ കണ്ടുപിടിക്കും. ഇനി സ്പെക്ട്രോകെമിക്കൽ സീരീസ് മെയിനായിട്ടും എന്തിൻ്റെ ബേസിലാണ്? ഒരു ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ, അതായത് സ്പ്ലിറ്റിംഗ് ലാർജർ ആണെങ്കിൽ സ്പ്ലിറ്റിംഗ്, അതായത് ഡി ഓർബിറ്റലിൻ്റെ സ്പ്ലിറ്റിങ് ലാർജർ ആക്കാൻ കഴിയുന്ന ലിഗാൻസിനെ നമ്മൾ സ്ട്രോങ് ലിഗാൻസ് എന്ന് വിളിക്കുന്നു. അതേസമയം സ്പ്ലിറ്റിങ്ങിൻ്റെ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്മോളർ ആണെങ്കിൽ അങ്ങനെയുള്ള ലിഗാൻസിനെ നമ്മൾ വീക്ക് ഫീൽഡ് ലിഗാൻസ് എന്ന് വിളിക്കുന്നു. ഈ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസിൻ്റെ കുഴപ്പം എന്തായിരിക്കും? സ്പ്ലിറ്റിങ് വലുതാണ്. അപ്പം ഇലക്ട്രോണിനെ T2G ലെവലിൽ തന്നെ ഇലക്ട്രോണിന് ഇപ്പോൾ ഒക്ടാഹെഡ്രലിൻ്റെ കേസാണെങ്കിൽ T2G ലെവലിൽ തന്നെ പെയറിംഗ് നടക്കാൻ സംഭവിക്കുന്നു. അതായത് ഒക്ടാഹെഡ്രലിൻ്റെ കേസിൽ T2G ലെവലാണല്ലോ ലോവർ എനർജി ലെവൽ. ആ എനർജി ലെവലിൽ തന്നെ സ്പ്ലിറ്റിംഗ് കൂടുതലാണെങ്കിൽ പെയറിംഗ് നടക്കാനായിട്ടാണ് സാധ്യത. പെയറിംഗ് നടക്കുമ്പോൾ അതായത് ലോ സ്പിൻ കോൺഫിഗറേഷനാണ് അവിടെ വരുന്നത്. അതേസമയം വീക്ക് ഫീൽഡ് ലിഗാൻസ് ആണെങ്കിൽ സ്മോളർ സ്പ്ലിറ്റിംഗ്, അതായത് ഡി ഓർബിറ്റലിൻ്റെ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ചെറുതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എന്താ, ഇലക്ട്രോണിന് പെയറിംഗ് നടക്കുന്നതിനെക്കാട്ടിലും എളുപ്പം അല്ലെങ്കിൽ പെയറിംഗ് എനർജിയെക്കാട്ടിലും കുറവെന്ന് പറയുന്നത് മുകളിലത്തെ ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഹൈ സ്പിൻ കോൺഫിഗറേഷൻസും ഹൈ സ്പിൻ കോംപ്ലക്സസുമാണ് നമുക്ക് ഫോം ചെയ്യാനുള്ള സാധ്യത. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് ലിഗാൻസ് ആർ റാങ്ക്ഡ് ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി ടു സ്പ്ലിറ്റ് ദ ഡി ഓർബിറ്റൽസ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് കോസ് എ ലാർജർ സ്പ്ലിറ്റിംഗ് leading to low spin configuration, while weak field ligands causes smaller splitting resulting in high spin configurations. ഇനി കളർ മാഗ്നറ്റിസം എങ്ങനെ നമുക്ക് CFT വെച്ച് കണ്ടുപിടിക്കാം? ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച്, ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് വേവ് ലെങ്ത്, ലൈറ്റ് അബ്സോർബ് ചെയ്ത വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കളർ ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ആ കോംപ്ലക്സിന് വന്നതെന്ന്. അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഓർബിറ്റലിൽ വരുന്നതെങ്കിൽ പാരാമാഗ്നറ്റിക്കും, പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയമagneticum ആയിരിക്കും ആ കോംപ്ലക്സ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ സ്പ്ലിറ്റ് ഡി ഓർബിറ്റൽസ് corresponding to the wavelength of light absorbed, which determines the color of the complex. The magnetic properties are determined by the presence of unpaired electrons. ഈ പിക്ചറിൽ നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൻ്റെ സ്പ്ലിറ്റിംഗ് കാണാൻ പറ്റും. അതായത് ലോവർ ലെവലിൽ T2Gയും ഹയർ ലെവലിൽ EG സ്പ്ലിറ്റിംഗും ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാവും 5 ഡി ഓർബിറ്റൽസ് DX² -Y², DZ² DXY, DXZ, DYZ എല്ലാം ഡീജനറേറ്റ് ആയിട്ട് ഒരേ ലെവലിൽ നിൽക്കുമായിരുന്നു. അതിനുശേഷം നമ്മുടെ ലിഗാൻസ് അപ്രോച്ച് ചെയ്തപ്പം അതിന് കുറച്ച് ആക്ടിവേഷൻ എനർജി, ആവറേജ് എനർജി കൂടി. അതിനുശേഷം അവിടെ സ്പ്ലിറ്റിംഗ്, അതായത് നമ്മുടെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്തപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായി. സ്പ്ലിറ്റിംഗ് 2 തരത്തിലാണ് ഉണ്ടായത്, ലോവർ ലെവൽ T2Gയും ഹയർ ലെവൽ EG. ഈ സ്പ്ലിറ്റിംഗ് EGയും T2Gയും തമ്മിലുള്ള ആ സ്പ്ലിറ്റിംഗ് എനർജി CFSEയുടെ മാഗ്നിറ്റ്യൂഡാണ് ΔO എന്ന് പറയുന്നത്. ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ സ്പ്ലിറ്റിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അത് നമ്മുടെ ആവറേജ് എനർജിയിൽ നിന്നും മുകളിലേക്ക് 3/5ഉം താഴേക്ക് 2/5ഉം, അതായത് മുകളിൽ 0.6 dQ, താഴെ 0.4 dQ, ടോട്ടൽ 10 dQ ആണ് ഈ രണ്ടിലെ എനർജി, ഈ T2Gയും ലോവർ എനർജി ലെവലും ഹയർ എനർജി ലെവലും തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ്.
ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ സ്പ്ലിറ്റിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ടെട്രാഹെഡ്രൽ ഫീൽഡിൽ സ്പ്ലിറ്റിംഗ് വരുന്നത് കണ്ടോ, നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഈ ലെവൽ താഴെ 2 dx² - y² dz² എന്നുള്ള എനർജി താഴെയും മോളിൽ dxy dyz dxz എന്നുള്ള ഇത് മോളിലുമാണ് വരുന്നത്. ഈ സ്പ്ലിറ്റിംഗ് മെയിനായിട്ട് ഉണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ ആക്സിസിലൂടെ വരുന്ന ലിഗാൻസിന് മോർ റിപ്പൽഷൻ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ സ്പ്ലിറ്റിംഗ് ഉണ്ടാവാൻ കാരണം കേട്ടോ. അതേസമയം ബാക്കി dxy dyz dxz 3 ഓർബിറ്റൽസും സെയിം പോലെയാണ്. അതായത് ആക്സിസിലൂടെ അല്ല അപ്രോച്ച് ഓഫ് ലിഗാൻസ് വരുന്നത്. അതേസമയം dx² - y² dz² ആക്സിസിലൂടെയാണ് ലിഗാൻസ് വരുന്നത്. അപ്പം റിപ്പൽഷൻ കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് അവിടെ ഉണ്ടാകുന്നത് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ. അതർവൈസ് all 5 orbitals are degenerate. So സെയിം എനർജി ലെവൽ ആയിരിക്കും. നമുക്ക് CFT വെച്ചിട്ട് എങ്ങനെയാണ് CFSE അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിങ് എനർജി കണ്ടുപിടിക്കുന്നതെന്നുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ D6 സിസ്റ്റമാണ് എടുത്തിരിക്കുന്നത്. D6 സിസ്റ്റത്തിൽ ഒന്നല്ലേ വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരാം, അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരാം. രണ്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. D6 സിസ്റ്റം ആകുമ്പോഴത്തേക്കും ആദ്യം വീക്ക് ഫീൽഡ് ലിഗാൻഡ് നോക്കാം. വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്താ വരുന്നത്, സ്പ്ലിറ്റിംഗ് ചെറുതായിരിക്കും. സ്പ്ലിറ്റിംഗ് ചെറുതായിരിക്കും എന്ന് പറഞ്ഞാൽ 10 DQ എന്ന് പറയുന്നത് പെയറിംഗ് എനർജിയെക്കാളും ലെസ് ദാൻ ആയിരിക്കും. അല്ലെങ്കിൽ ആ സ്പ്ലിറ്റിംഗ് ഡെൽറ്റ O എന്ന് പറയുന്നത് പെയറിംഗ് എനർജിയെക്കാളും ചെറുതായിരിക്കും. അപ്പോൾ D6 സിസ്റ്റത്തിൽ നമ്മൾ താഴെ T2G ലെവലിൽ നമ്മൾ പറഞ്ഞു 0.4 അല്ലെങ്കിൽ 2/5 DQ ആണെന്ന് നമ്മൾ പറഞ്ഞു. മുകളിൽ 3/5 അല്ലെങ്കിൽ 0.6 DQ ആണെന്ന് പറഞ്ഞു. അപ്പം താഴത്തെ നമ്മളെപ്പോഴും ലോവർ എനർജി ലെവലായിട്ട് നെഗറ്റീവ് ഇട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം -0.4 DQ, മുകളിലത്തേത് +0.6 DQ. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് CFSE എന്ന് പറയുന്നത് താഴെ എത്ര ഇലക്ട്രോൺസ് ആണ് D6 സിസ്റ്റത്തിൽ? 4 ഇലക്ട്രോൺസ് ആണ്. കാരണം ഇവിടെ പെയറിംഗ് അല്ല സംഭവിച്ചത്, ഇവിടെ സ്പ്ലിറ്റിംഗ് ഹൈ സ്പിൻ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഷിഫ്റ്റ് വന്നു. പെയറിംഗ് എനർജി കൂടുതലാണ്, സ്പ്ലിറ്റിംഗ് എനർജി കുറവായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് T2G ലെവലിൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ 4 × -4 DQ പ്ലസ് മോളിൽ EG ലെവലിൽ 2 ഇലക്ട്രോൺസ് 2 × +6 DQ പ്ലസ് P എന്ന് പറയുന്നത് പെയറിംഗ് എനർജി. ഇവിടെ ഒരു പെയറിംഗ് അല്ലേ സംഭവിച്ചിട്ടുള്ളൂ, ഒരു ഓർബിറ്റലിൽ T2G ലെവലിലെ ഒരു ഓർബിറ്റലിൽ മാത്രമേ പെയറിംഗ് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ 1P. സോ 4 × -4 DQ -16 DQ പ്ലസ് 2 × +6 DQ 12 DQ പ്ലസ് P. അതായത് CFSE എന്ന് പറയുന്നത് വീക്ക് ഫീൽഡിൽ D6 സിസ്റ്റത്തിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡിൽ D6 സിസ്റ്റത്തിൽ വരുന്നത് -4 DQ പ്ലസ് P. ഈ നെക്സ്റ്റ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ സ്പ്ലിറ്റിംഗ് ലാർജർ ആയിരിക്കും. അതായത് ഡെൽറ്റ O എന്ന് പറഞ്ഞാൽ 10 DQ ആയിരിക്കും. 10 DQ ഡെൽറ്റ O എന്ന് പറയുന്നത് ഭയങ്കര സ്പ്ലിറ്റിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ ഹയർ എനർജി ആയിരിക്കും. നമ്മൾ DQയിലാണ് ഇതിനെ ടേം ചെയ്യുന്നത്, അത് ഏത് സ്പ്ലിറ്റിംഗ് ആണെങ്കിലും. അപ്പോൾ 10 DQ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P അല്ലെങ്കിൽ പെയറിംഗ് എനർജിയിലേക്കാളും കൂടുതലായിരിക്കും. അതായത് T2G ലെവലിൽ പെയർ ചെയ്യുന്നതാണ് EG ലെവലിലോട്ട് ഇലക്ട്രോണിന് പോകുന്നതിനേക്കാളും എളുപ്പം. അതുകൊണ്ടാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ലോ സ്പിൻ കോംപ്ലക്സസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ CFSE എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? താഴെ നോക്കിക്കേ, 6 ഇലക്ട്രോൺസ് ഉണ്ട് T2G ലെവലിൽ അല്ലേ. അപ്പം 6 × -4 DQ അല്ലെങ്കിൽ 0.4 പ്ലസ് മോളിൽ EG ലെവലിൽ എത്ര എണ്ണം ഉണ്ട്? 0, ഒന്നുമില്ല. അപ്പോൾ 0 × +6 DQ പ്ലസ് എത്ര ഓർബിറ്റൽസിലാണ് ഇവിടെ പെയറിങ് നടന്നിട്ടുള്ളത്? 3 ഓർബിറ്റൽസിൽ പെയറിങ് നടന്നിട്ടുണ്ട്. താഴത്തെ T2G ലെവലിൽ 3 ഓർബിറ്റലിലും പെയറിങ് നടന്നിട്ടുണ്ട്. അപ്പം 3 പെയറിങ് എനർജി 3 × പെയറിങ് എനർജി 3P. അപ്പം ടോട്ടൽ എത്ര വരും? 6 × -4 DQ എന്ന് പറയുമ്പോൾ -24 DQ. 0 × +6 DQ എന്ന് പറയുമ്പോഴത്തേക്കും 0 തന്നെ, പിന്നെ +3P. അപ്പം CFSE അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസിങ് എനർജി ഫോർ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഇൻ D6 സിസ്റ്റം എന്ന് പറയുന്നത് -24 DQ + 3P ആണ്. നിങ്ങൾക്കിതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ. ഇത് മനസ്സിലായിട്ടില്ല ഇതിൽ, കാരണം ചിലർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിലാണെങ്കിലും ചോദിക്കുക. നോക്കുക, ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. മേ ബി ക്വസ്റ്റ്യൻസ് അറിയില്ലല്ലോ, നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത്. പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇട്ടത്. ജസ്റ്റ് നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്തപ്പോൾ വെറുതെ പറഞ്ഞു പോയതേ ഉള്ളൂ. ഇപ്പോഴാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിടാൻ കാരണം തന്നെ പ്രോബ്ലംസ് എന്തെങ്കിലും വന്നാൽ നമുക്കൊന്ന് അറ്റൻഡെങ്കിലും ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ പേടിക്കരുത്, പ്രോബ്ലംസിനെ കണ്ട് പേടിക്കരുത്.
വേറെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല, വേറെ സിസ്റ്റത്തിൻ്റെ ഒക്കെ ചെയ്ത് നോക്കുക. D7 D8 ഒക്കെ ചെയ്തു നോക്കുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മോളിക്കുലാർ ഓർബിറ്റൽസ് എംഒ തിയറി ഡീൽ ചെയ്യാം. എംഒ തിയറി മെയിനായിട്ടും അറ്റോമിക് ഓർബിറ്റൽ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസ് വരുന്നത്. Molecular orbitals are formed by the linear combination of atomic orbitals of the constant atoms. Only atomic orbitals with a similar energy and symmetry can combine effectively. നമ്മൾ VBHയിൽ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞ പോലെ തന്നെ സിമിലർ എനർജിയും സിമിലർ സിമെട്രിയും ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് എന്നിവ കമ്പൈൻ ചെയ്ത് മാത്രമേ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുകയുള്ളൂ. ആറ്റംസ് കമ്പൈൻ ചെയ്താണല്ലോ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ഫോർമേഷൻ ഓഫ് ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്, അതായത് അറ്റോമിക് ഓർബിറ്റൽസ് ഇപ്പോൾ 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ 2 മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കും? ഒന്ന് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഒന്ന് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുമായിരിക്കും. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ലോവർ എനർജി ആയിരിക്കും, വിച്ച് സ്റ്റെബിലൈസസ് ദ മോളിക്യൂൾ. അതേസമയം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെയായിരിക്കും? ഹയർ എനർജി ആയിരിക്കും, അത് ഡീസ്റ്റെബിലൈസസ് ദ മോളിക്യൂൾ. കൺസർവേഷൻ ഓഫ് ഓർബിറ്റൽസ്, അതിപ്പോൾ നമ്മൾ പറഞ്ഞ തന്നെ 2 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുള്ളൂ. 4 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ 4 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവത്തുള്ളൂ. സിമിലർലി ആ കാര്യമാണ് കൺസർവേഷൻ ഓഫ് ഓർബിറ്റൽസ് പറയുന്നത്. നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ്. നമുക്കറിയാം എപ്പോഴും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഒരു ഓർബിറ്റൽ ഇലക്ട്രോൺസ് എപ്പോഴും ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി, അതായത് നമ്മുടെ ഓഫ് പ്രിൻസിപ്പിളും പോളിംഗ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹാൻഡ്സ് റൂളും ബേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഏത് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണമെങ്കിലും ഈ 3 പ്രിൻസിപ്പിൾസും നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും എംഒ തിയറി വെച്ച്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ടിങ് ഓർബിറ്റൽസ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുല വെച്ച് നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നതിൻ്റെ യൂസ് എന്താ? ബോണ്ട് ഓർഡർ നമുക്ക് കിട്ടുമ്പോൾ ബോണ്ട് ഓർഡർ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്നാണ് അതിൻ്റെ മീനിങ്. സ്റ്റെബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ട് ഓർഡർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും, അതായത് ബോണ്ട് സ്ട്രെങ്ത് കൂടും. പക്ഷെ ബോണ്ടിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ അത് കുറയും. ബോണ്ടിൻ്റെ ലെങ്ത് കുറയും, ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും. ബോണ്ട് ഓർഡർ കൂടിയെങ്കിൽ സ്റ്റെബിലിറ്റിയും കൂടും. അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ പാരാമാഗ്നറ്റിസം ഷോ ചെയ്യും. പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയമagnetism എക്സിബിറ്റ് ചെയ്യും. അതായത് മോളിക്യൂൾസ് വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ദെയർ മോളിക്കുലർ ഓർബിറ്റൽസ് എക്സിബിറ്റ് പാരാമാഗ്നറ്റിസം വൈൽ ദോസ് വിത്ത് ഓൾ പെയർഡ് ഇലക്ട്രോൺസ് എക്സിബിറ്റ് ഡയമagnetism. എംഒ ഡയഗ്രം നോക്കാം. എംഒ ഡയഗ്രത്തിന് എനർജി ലെവൽ നമ്മൾ കൊടുക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 താഴെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ലെസ് ദാൻ 14 അല്ലെങ്കിൽ ഈക്വൽ ടു 14 ആണെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് സിഗ്മ 1s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s. മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജി ലെവലാണ് പറയുന്നത്. സിഗ്മ 1s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s എനർജിയാണ്. സിഗ്മ 2s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s ലെസ് ദാൻ പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py less than 2pz, sigma 2pz less than pi star 2px is equal to pi star 2py. അതിന് രണ്ടിനും ഒരേ ഡീജനറേറ്റ് എനർജി ലെവലാണ്. പിന്നെ ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. സമയം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗ്രേറ്റർ ദാൻ 14 ആണെങ്കിൽ സിഗ്മ 1s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s ലെസ് ദാൻ സിഗ്മ 2s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s ലെസ് ദാൻ സിഗ്മ 2pz ലെസ് ദാൻ 2px ഈസ് ഈക്വൽ ടു 2p സിഗ്മ പൈ 2py ലെസ് ദാൻ പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. ഇതിൽ സ്റ്റാർ കൊടുത്തേക്കുന്നതെല്ലാം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും അതല്ലാത്തതെല്ലാം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുമാണ് കേട്ടോ. ഇത് വെച്ച് നമുക്ക് എംഒ ഡയഗ്രം, ഈ ഒരു എനർജി ലെവൽ വെച്ച് നമുക്ക് എംഒ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു എംഒ ഡയഗ്രത്തിൻ്റെ എങ്ങനെയാണ് നമുക്ക് എംഒ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ളത് ഈ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും. 1s 2 അറ്റോമിക് ഓർബിറ്റൽസ് ആയ 1s 1sഉം ചേർന്ന് സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ഫോം ചെയ്തു. 2s 2sഉം ചേർന്ന് സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2sഉം ചേർന്നു. ഇത് മെയിനായിട്ട് ഹോമോന്യൂക്ലിയർ ആയിട്ടുള്ള ആറ്റംസ്, അതായത് ഇപ്പോൾ H2 N2 O2 ടൈപ്പൊക്കെയാണ്. ഇപ്പം അതേസമയം നമ്മൾ CO ഒക്കെ പോലെ 2 ഡിഫറെൻറ്റ് ആറ്റംസ് ആണെങ്കിൽ എനർജി ലെവലിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജി ലെവലിൽ ചെറിയ ഡിഫറൻസ് കാണിക്കും. ഇനി 2p, പക്ഷേ കമ്പയറബിൾ എനർജിയും സിമെട്രി ഉള്ളവർ മാത്രമേ ഈ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി 2pയുടെ സൈഡാണെങ്കിൽ പൈ 2pxഉം പൈ 2pyയും പിന്നെ സിഗ്മ 2pz
പിന്നെ പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2px. അവർ 3 പേരും ആൻറ്റി ബോണ്ടിങ് MO ആണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മൾ നൈട്രജൻ N2 ആണ് എടുത്തതെങ്കിൽ 14 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. 14 ഇലക്ട്രോൺസ് ആണ് നൈട്രജനിൽ വരുന്നത്. നൈട്രജൻ 14 ഇലക്ട്രോൺസ് N2 വരുമ്പോഴത്തേക്കിനും ഉള്ള MO ഡയഗ്രമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 1s രണ്ട് വീതം ഇലക്ട്രോൺസ് കൂടി 1sഉം സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ഫില്ലായി. 2s രണ്ട് പേരുടെയും 2s രണ്ട് ആറ്റംസിൻ്റെയും 2s ഇലക്ട്രോൺസ് വെച്ച് 4 ഇലക്ട്രോൺസ് സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s ഫില്ലായി. ഇനി 2p വരുമ്പോൾ നമുക്കറിയാം 14 ഇലക്ട്രോൺസ് വരുമ്പോഴത്തേക്കും സിഗ്മ 2pz, പൈ 2px ആൻഡ് പൈ 2py ഈസ് ലെസ് ദാൻ സിഗ്മ 2pz ആണ്. സോ പൈ 2pxും പൈ 2pyയും ഫില്ലായി. ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവൽ ആയിരിക്കും ആദ്യം പെയർ ചെയ്ത് ഫില്ലാവുന്നത്, പിന്നെ ഹയർ ലെവൽ. അപ്പം സിഗ്മ 2pz. ഇതിൻ്റെ ബോണ്ട് ഓർഡർ എങ്ങനെ വരും? അപ്പം ബോണ്ട് ഓർഡറിൽ ഇവിടെ നമ്മൾ N2 മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 14 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ള സൈൻ ഇട്ടില്ല, എനർജി ലെവലിൻ്റെ ഓർഡറിൽ അങ്ങനെ എഴുതിയേ ഉള്ളൂ. അപ്പോൾ 14 ഇലക്ട്രോൺസ് എങ്ങനെ നമുക്ക് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യാം? സിഗ്മ 1s2, സിഗ്മ 2s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2pxൽ 1 1. അപ്പോൾ എത്ര ഉണ്ട്? 4 6 8 10 ആയുള്ളൂ. നമുക്ക് 14 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം പൈ 2pxലും 2 കൊടുക്കാം, പൈ 2pyലും 2 കൊടുക്കാം. പിന്നെ സിഗ്മ 2pz, ഇനി 14 ഇലക്ട്രോൺസ് അല്ലേ, അപ്പോൾ സിഗ്മ 2pzലും 2 കൊടുക്കാം. പിന്നെയുള്ള ഓർബിറ്റൽസ് ഒന്നും ഫില്ല് ചെയ്യാൻ നമുക്കിവിടെ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എനർജി ലെവൽ ഓർഡർ. N2ൻ്റെ 14 ഇലക്ട്രോൺസ് വരുന്നതിൻ്റെ എനർജി ലെവൽ ഓർഡർ. ഇതിൽ നിന്ന് നമുക്ക് ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് ഹോൾ ഡിവൈഡ് ബൈ 2 ആണ് എന്ത് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പം നമുക്കിവിടെ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ടിങ് ഓർബിറ്റൽസ് ഉണ്ട്? ഇതൊക്കെ സിഗ്മ 1s, സിഗ്മ 2s, പൈ 2px, പൈ 2py, സിഗ്മ 2pz. ഇത്രയും ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 4 6 8 10. 10 മൈനസ്. ഇനി നമുക്ക് ഇത്ര ആൻറ്റി ബോണ്ടിങ് MOs ഉണ്ടെന്ന് നോക്കാം. 2 പേര് സിഗ്മ സ്റ്റാർ 1s2ഉം സിഗ്മ സ്റ്റാർ 2sഉം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ആൻറ്റി ബോണ്ടിങ് MOsൽ? 2 2 4 അല്ലേ? ഹോൾ ഡിവൈഡ് ബൈ 2, അതായത് 10 മൈനസ് 4 6/2 ഈക്വൽ ടു 3. അതായത് N2ൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം നമുക്കറിയാം N2ൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്, നമുക്ക് കിട്ടി. മെയിനായിട്ടും ട്രിപ്പിൾ ബോണ്ട് വരുന്ന N2 മെയിനായിട്ടും ട്രിപ്പിൾ ബോണ്ടാണ്. ബോണ്ട് ഓർഡർ 3 വരുമ്പോൾ മെയിനായിട്ടും ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഇനി ബോണ്ട് ഓർഡർ 2 വരുന്ന ഒരു കേസാണ് നമ്മുടെ O2. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ O2 എന്നാ ഡബിൾ ബോണ്ടാണ്. ഓക്കെ. അതുപോലെ F സിംഗിൾ ബോണ്ടാണ്. ഏത്? ഫ്ലൂറിൻ. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. അപ്പം F ബോണ്ട് ഓർഡർ കുറയും തോറും സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ N2നാണോ F2നാണോ ഏറ്റവും സ്റ്റെബിലിറ്റി? N2നല്ലേ, കാരണം ബോണ്ട് ഓർഡർ 3 ആണ്. F2നോ ബോണ്ട് ഓർഡർ 1 ആണ്. നമുക്ക് O2ൻ്റെ MO ഡയഗ്രം നോക്കാം. O2ൻ്റെ MO ഡയഗ്രം 1s ഇവിടെ കാണിച്ചിട്ടില്ല. 1s കറക്റ്റ് അതുപോലെ തന്നെ 1s2 സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 അങ്ങനെ ഫില്ല് ചെയ്യുക. 2s ആണെങ്കിൽ ഇവിടെ സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2sഉം ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 2p സിഗ്മ 2pz ആണ് വരുന്നത്. ആരുടെ? ഓക്സിജൻ്റെ കേസ്. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഓക്സിജനിൽ 16 ആണ്, 14നേക്കാളിലും കൂടുതലാണ്. അപ്പോൾ സിഗ്മ 2pz കഴിഞ്ഞിട്ടാണ് എനർജി കൂടുതലുള്ള ആരാണ്? പൈ 2pxനും പൈ 2pyക്കും. ഓക്കെ. അപ്പോൾ അതനുസരിച്ച് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ MO ഡയഗ്രം ഫോർ ഓക്സിജൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. നമ്മൾ കാർബൺ C2ൻ്റെ നമ്മുടെ
എമോ ഡയഗ്രാം നോക്കുവാണെങ്കിൽ വരുന്നത് ഇങ്ങനെയാണ്. 1s-ഉം 1s-ഉം സിഗ്മ 1s-ഉം സിഗ്മ സ്റ്റാർ 1s-ഉം 2s-ഉം 2s-ഉം ചേരുമ്പോൾ സിഗ്മ 2s-ഉം സിഗ്മ സ്റ്റാർ 2s-ഉം പൈ 2px-ഉം പൈ 2py-യും അവിടെ വരെ ഫിൽ ചെയ്യാനുള്ള ഇലക്ട്രോൺസ് ഉള്ളൂ. 12 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഓർക്കുക, അൺപെയർഡ് ഇലക്ട്രോൺസ് എവിടെയെങ്കിലും ഏതെങ്കിലും ഓർബിറ്റലിൽ വന്നെങ്കിൽ അവർ പാരാമാഗ്നറ്റിക്കും, പെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. ഇപ്പോൾ C2 ഡയാമാഗ്നറ്റിക് ആണ്, O2 N2 ഒക്കെ ഡയാമാഗ്നറ്റിക്. അവിടെ ഒന്നും അൺപെയർഡ് ഇലക്ട്രോൺസ് വന്നില്ലല്ലോ. ജസ്റ്റ് 2 ഡിഫറെൻറ്റ് ആറ്റംസ് വരുമ്പോഴും എങ്ങനെ എമോ ഡയഗ്രാം വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാർബൺ മോണോക്സൈഡ് ഇവിടെ എടുത്തത്. കമ്പാരബിൾ എനർജി ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് മാത്രമേ കമ്പൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ കാർബണും ഓക്സിജനും വലിയ എനർജി ഡിഫറൻസ് ഇല്ലാത്ത അറ്റോമിക് ഓർബിറ്റൽസ് ആയിട്ടാണ്. പക്ഷേ എങ്കിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഒന്ന് ലോവസ്റ്റിലും ഒന്ന് ഹൈസ്റ്റിലും എഴുതിയിരിക്കുന്നത്. അതിനുശേഷം കാർബൺ മോണോക്സൈഡിൻ്റെ ഫില്ലിങ് ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ എമോ ഡയഗ്രത്തിൽ ഏതിലെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ ചെയ്യാൻ ആയിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ പറയുകയോ ചെയ്യാം. കാരണം ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് എഴുതി കാണിക്കാനും വരച്ച് കാണിക്കാനും ഒക്കെ. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടിൽ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സ്ക്രീൻഷോട്ട്സും PPTസും ഒക്കെ ആയിട്ട് മാത്രം കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും അത് ഓരോ സ്ട്രക്ചറും ഓരോന്നും എഴുതി കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇവിടെ ആണെങ്കിൽ എനിക്ക് ബോർഡും അവൈലബിൾ അല്ല. സോ എനിക്ക് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പബ്ലിക് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത്. ചിലർക്ക് ഇത് മതിയായിരിക്കും, കാരണം ഡിഗ്രി കെമിസ്ട്രി പഠിച്ചവരാണല്ലോ ഈ ക്ലാസ് കാണുന്നത്. അപ്പം ഇത് മതിയായിരിക്കും. ഇനി അതല്ല കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. താങ്ക് യു. ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് കാണാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ MCQs ഒക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിലെ കമൻറ്റ് സെക്ഷനേക്കാട്ടിലും കുറച്ചും കൂടെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിനൊക്കെ എളുപ്പം ടെലിഗ്രാം ഗ്രൂപ്പാണ്. എനിക്ക് പക്ഷേ അതിൻ്റെ ലിങ്ക് യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. സോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് അതിൽ ജോയിൻ യൂട്യൂബിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് ബെനിഫിറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.